ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ നേരിടുന്നത്. നമ്മൾ ടി വി ഓണാക്കുമ്പോൾ നമ്മൾ കാണുന്നത് പലതരം ന്യൂസുകളാണ്. ഞാൻ ഇവിടെ പോസിറ്റീവ് ന്യൂസിനെ പറ്റി പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ്. നമ്മളെന്തായാലും പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. നെഗറ്റീവ് നമ്മളിങ്ങനെയുള്ള റൂമേഴ്സ്, അതുപോലെ തന്നെ വയലൻസ്, മർഡർ ഇഷ്യൂസ്, തെഫ്റ്റ്, ലോകരാജ്യങ്ങളിൽ നടക്കുന്ന എവിടെയായാലും നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പിന്നെ മണിക്കൂറുകളോളം നമ്മൾ സ്പെൻഡ് ചെയ്ത് കാണും. നമ്മളെല്ലാം ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും കാണുന്നത്. നല്ലൊരു ബിരിയാണി കഴിക്കുമ്പോൾ ഈ നെഗറ്റീവ് ന്യൂസും കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലും നമ്മുടെ മെൻ്റലുമായിട്ട് നമ്മൾ കൂടുതൽ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്ഡേറ്റഡ് ആവണ്ട എന്നല്ല, അപ്ഡേറ്റ് ആകണം. പക്ഷേ നമ്മൾ എത്ര മണിക്കൂറാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലവഴിക്കുന്നത്. അത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിലുപരി നമ്മളിതുപോലെ ബാഡായിട്ടുള്ള ന്യൂസുകളിൽ നമ്മൾ കുറേ സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഒരു വ്യക്തി, ഒരു യങ്ങായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവനൊരു 30 വർഷത്തിനകത്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവനൊരു സ്ഥലത്ത് എത്തിപ്പെടണം, അവൻ്റെ ലൈഫിലെ ഏറ്റവും അച്ചീവ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഈ 2 മണിക്കൂർ ഡെയിലി ഇങ്ങനെ കാണുന്ന, അല്ലെങ്കിൽ 3 മണിക്കൂർ ഡെയിലി ഇങ്ങനെ കാണുന്നതുകൊണ്ടുള്ള ദോഷം എന്താണ്? ഒരു മാസമാകുമ്പോൾ ഏകദേശം നിങ്ങൾ 100 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഈ ന്യൂസിന് വേണ്ടി മാത്രം സ്പ്രെഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾക്ക് വേണ്ടി മാത്രം സ്പ്രെഡ് ചെയ്യുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഫാക്റ്റ് സത്യമായിരിക്കാം, പകുതിയും കള്ളമായിരിക്കും. പക്ഷെ നമ്മൾ എത്ര മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് ന്യൂസ് കേൾക്കണ്ട എന്നുള്ളതല്ല ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ന്യൂസ് കേൾക്കണം, പക്ഷേ നമ്മൾ അപ്ഡേഷൻ അറിഞ്ഞിരിക്കണം. പക്ഷേ യങ്ങായിട്ടുള്ള ആളുകൾ, ഏത് ഏജിലായിട്ടുള്ള ആളുകൾക്കും പിന്നെ കുറേ സമയം നമ്മൾ അതിൻ്റെ പിന്നാലെ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അതിൽ പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഡെയിലി 2-3 മണിക്കൂർ ടി വിയുടെ മുന്നേ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നവർക്ക്, അതേപോലെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നേ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കൂടുതൽ നെഗറ്റീവ് ന്യൂസ് കാണുന്നവർക്ക് ഡിമെൻഷ്യ, പാർക്കിൻസൺ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ നെഗറ്റീവ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉൾപ്പെടെ നമ്മുടെ ആ നെഗറ്റീവ് പിക്ചറും ഇമാജസും ആയിരിക്കും അവസാനം കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഡേ തുടക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താണ്, ഈ നെഗറ്റീവ് തോട്ട്സുകളുമായിട്ടാണ് നമ്മൾ എണീക്കുന്നത്, അല്ലേ? പിന്നെ നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവായി മാറുകയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എത്ര മണിക്കൂറാണ് ഡെയിലി ഈ ന്യൂസിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങളൊരു കാൽക്കുലേഷൻ നിങ്ങളുടെ അടുത്ത ഒരു മാസത്തെ ടൈമിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന കണക്ക് ഇത്രയും മണിക്കൂർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മൊബൈലിൻ്റെ മുന്നിൽ ഞാൻ അനാവശ്യമായിട്ട് എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഉപയോഗമില്ലാത്ത കാര്യത്തിൽ. അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് ഇത് മാറ്റണമെന്ന് പറയുന്നില്ല. നമ്മളത് റെഡ്യൂസ് ചെയ്യണം. ഒരു മാസം നിങ്ങൾ മനസ്സിലാക്കി 100 മണിക്കൂർ നിങ്ങളത് ചാനലിൻ്റെ മുമ്പേ ഇരിക്കണം, അല്ലെങ്കിൽ ന്യൂസ് കാണണം. അതിനെ നിങ്ങൾ കുറച്ച് ഒരു മണിക്കൂറത്തേക്ക് മാറ്റുക ആദ്യത്തെ ഒരു മാസം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ അപ്ഡേഷൻസ് മാത്രം അറിയുക. ഒരു അരമണിക്കൂർ അങ്ങനെ മാക്സിമം അങ്ങനെ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക. അതിനു വേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമുകൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങൾക്ക് വിലയേറിയ സമയം നിങ്ങളാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത പുതിയ നല്ല കണ്ടൻറ്റുമായി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. തൽക്കാലം ഒരു ഗുഡ് ബൈ.